ഹായ്. കഴിഞ്ഞ ദിവസം തിയേറ്ററിലൊരു സിനിമ കണ്ടു. സിനിമയുടെ പേര് സംഭവം അധ്യായം 1. സിനിമ കണ്ടു കഴിഞ്ഞപ്പം വളരെ മനോഹരമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം. ജിത്തു സതീശൻ മംഗലത്ത് കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. സിനിമ ഇതേ പേരിൽ കുറച്ചു കാലം മുമ്പ് യൂട്യൂബിലൊരു ഷോർട്ട് ഫിലിമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 15-20 മിനിറ്റോളമുള്ള ഒരു ഷോർട്ട് ഫിലിമായിരുന്നു. ആ സമയത്ത് ആ ഒരു ഷോർട്ട് ഫിലിം കണ്ടതാണ്. ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ തന്നെ ഇതിലൊരു സിനിമാ സാധ്യതയുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്തു വെക്കുമ്പോൾ തന്നെയാണ് അന്ന് അവർ ആ ഒരു ഷോർട്ട് ഫിലിമും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. മനോഹരമായിട്ട് ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിൽ സംഭവിക്കുന്ന ഒരു കഥയാണ്. കഥയിൽ ടൈം ലൂപ്പും അതേപോലെ ടൈം ട്രാവലും ഒക്കെയാണ് സംസാരിച്ചു പോകുന്ന വിഷയം. അതേപോലെ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഒരു സിനിമ കൂടിയാണ്. കൊറിയൻ സിനിമകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ കിളി പറന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേപോലെ മലയാളത്തിൽ നിന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് സംഭവം അധ്യായം 1. അസ്കർ അലി, അതേപോലെ സിദ്ധാർത്ഥ് ഭരതൻ, വിനീത് കുമാർ, അസീം ജമാൽ തുടങ്ങിയ വലിയൊരു താരത്തിന് തന്നെ സിനിമയിലുണ്ട്. സിനിമയുടെ ടെക്നിക്കൽ വശത്തിലേക്ക് വരുമ്പോൾ പശ്ചാത്തല സംഗീതം കൈകാര്യം ചെയ്തിട്ടുള്ളത് ഗോഡ്വിൻ തോമസ് ആണ്. സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത് നവീൻ നച്ചൂസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. മനോഹരമായിട്ടാണ് ഈ രണ്ട് മേഖലകളും കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമയുടെ എഡിറ്റിംഗ് ആണ്. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ കടന്നു പോകുന്ന ടൈം ലൂപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു വിഷയം വരുന്നൊരു സിനിമയായതുകൊണ്ട് തന്നെ അതൊരു എഡിറ്റിംഗ് ടേബിളിൽ എത്തുമ്പം മനോഹരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റിംഗ് ഭംഗിയായിട്ട് ചെയ്തു വെക്കണം. അർജുൻ പ്രകാശ് ആ ഒരു മേഖല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമ ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. സാങ്കേതികമായിട്ട് മികച്ചൊരു തിയേറ്ററിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ സിനിമ ഏറ്റവും മനോഹരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ഒരു OTT റിലീസിന് ശേഷം 5 ഇഞ്ച് ഫോണിൽ നമ്മുടെ ഒരു വീട്ടിലൊരു ആംബിയൻസിൽ സിനിമ കാണുമ്പോൾ അത് എത്രത്തോളം വർക്കാവും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ഡൗട്ടുണ്ട്. സിനിമ കാണുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തുടക്കം മുതൽ ഒടുക്കം വരെ 2 മണിക്കൂറാണ് സിനിമ ഉള്ളത്. ഒടുക്കം വരെ ശ്രദ്ധിച്ചിരുന്ന സിനിമ കണ്ടാൽ മാത്രമേ ആ സിനിമ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ സിനിമ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ.